നമസ്കാരം. പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ പാകിസ്ഥാനിൽ നിന്ന് വന്ന, അതായത് പാകിസ്ഥാൻ വളർത്തുന്ന ജയ്ഷ മുഹമ്മദ് അതുപോടൊപ്പം തന്നെ തീവ്രവാദികളെല്ലാം തന്നെ അവരെ നിഷ്ഠൂരം കൊന്നു. വിനോദസഞ്ചാരികളെയാണ് കൊന്നത്. അതായത് പാകിസ്ഥാന്റെ ഒരൊറ്റ ലക്ഷ്യമാണ് ജമ്മു കാശ്മീരിൽ ഒരു തരത്തിലുമുള്ള അതായത് വിനോദസഞ്ചാരികൾ അവിടെ എത്തരുത്. അവിടെ എല്ലാ കാലത്തും ഒരു തീവ്രവാദ ഭീഷണിയിൽ കൂടെ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ കഴിയണം എന്നതാണ് പാകിസ്ഥാന്റെ ഒരു ലക്ഷ്യം. അങ്ങനെയാണ് പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ മതം ചോദിച്ച്, അതായത് ഹിന്ദു ആണോ എന്ന് ചോദിച്ചാൽ ഹിന്ദു ആണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കുന്ന ഒരു സമീപനം ഉണ്ടായത്. പക്ഷെ നമുക്ക് ഇന്ത്യ എന്ന രീതിയിൽ, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് അങ്ങനെ ഒരു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്ന് നരേന്ദ്രമോദി തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വൈകുന്നേരം രാജ്യത്ത് ഒരു പ്രധാനമായ മോക്ക് ഡ്രിൽ നടക്കാൻ വേണ്ടി ഒരു ഉത്തരവ് എല്ലാ പത്രങ്ങൾക്കും ഒരു നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാജ്യത്ത് ഒരു സുപ്രധാനമായ മോക്ക് ഡ്രിൽ നടക്കുന്നു. അങ്ങനെ ഒരു മോക്ക് ഡ്രിൽ വരുത്തിക്കൊണ്ട് പാകിസ്ഥാനെ ഒരു ആശ്വാസത്തിലേക്ക് കൊണ്ടെത്തിക്കുക. മോക്ക് ഡ്രില്ലിന്റെ അന്ന് രാവിലെ കൂടി തന്നെ പാകിസ്ഥാന്റെ തീവ്രവാദ ക്യാമ്പുകൾ മുച്ചിഷ്ടം ബോംബിട്ട് തകർക്കുക, റഫേൽ യുദ്ധവിമാനം ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കുക എന്ന ഒരു മാസ്മരികമായ ബുദ്ധിയാണ് ഇന്ത്യ ഇവിടെ പയറ്റിയിരിക്കുന്നത്. അത് അജിത് ഡോവലിന്റെയും നരേന്ദ്രമോദിയുടെയും രാജ്നാഥ് സിംഗിന്റെയും അമിത്ഷായുടെയും ഒരു നിർണായകമായ നീക്കം. നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം, എന്താണ് ഈ ആക്രമണത്തിലെ ജനങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന്. ഇന്ത്യ പാകിസ്ഥാൻ ഒരു തിരിച്ചടി കൊടുത്തിരിക്കുകയാണ്. അതിന്റെ ഒരു അഭിപ്രായം എന്താണ് ഒരു ഇന്ത്യൻ പൗരൻ? ഇന്ത്യ മാക്സിമം സഹിക്കേണ്ട മാക്സിമം സഹിച്ചു. അത് വെച്ച് പാകിസ്ഥാൻ മുതലായിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇതിന് തിരിച്ചടിയല്ലാതെ വേറെ വഴിയില്ല. തിരിച്ചടി കൊടുത്തത് ഏറ്റവും നല്ല കാര്യമാണ്. ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും തിരിച്ചടിക്കുമെന്ന് പറയുന്നു. അടിക്കുകയാണെങ്കിൽ ഡബിൾ ശക്തിയിൽ തിരിച്ചടിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ പാകിസ്ഥാൻകാര് കൊന്നു. അതിന്റെ ഒരു തിരിച്ചടി എന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതാണ്. അതിന്റെ ഒരു തിരിച്ചടി ഇന്ന് മോക്ക് ഡ്രിൽ നടക്കാനിരിക്കെ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഒരു തിരിച്ചടി നമ്മൾ നടത്തി കഴിഞ്ഞു. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഒരു അഭിപ്രായം? അഭിപ്രായത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യയുടെ ഒരു മൊത്തത്തിലുള്ള ഡിഫൻസ് സിസ്റ്റം ആണെങ്കിലും നല്ല രീതിക്ക് ജനങ്ങളെ അലേർട്ട് ചെയ്ത് നിർത്തുന്നുണ്ട് ഇപ്പൊ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നതിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഫ്ലോസ് ആണ് ഞാൻ ഇപ്പൊ കണ്ടില്ല നമ്മുടെ ആൾക്കാർ ചെയ്യുന്നതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഈ ആർമി എവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്, അവർ ആരൊക്കെയാണ് ആക്രമണം നടത്തിയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ ആൾക്കാരുടെ ഫോട്ടോസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് നമ്മളായിട്ട് തന്നെ. ഗവൺമെന്റ് പോലും അത് പുറത്തു വിടാതെ ജനങ്ങൾ തന്നെയാണ് അതിന്റെ ഫോട്ടോ ഇങ്ങനെയൊന്നും പ്രചരിപ്പിക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലൊരു അഭിപ്രായമായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയാതെ നിമ്മിക്ക് നമ്മളായിട്ട് തന്നെ ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് കൊടുക്കുന്നതിന് തുല്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇന്നിപ്പോ മണി 2:45, ഇനിയിപ്പോ 4 മണിയാകുമ്പോൾ ഒരു മോക്ക് ഡ്രില്ല് ഉണ്ടാവും പറഞ്ഞു. ജനങ്ങൾ മൊത്തത്തിലൊന്ന് സഹകരിച്ച് കിട്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായിട്ട് പാലിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളത്. ഇന്ത്യ പൗരൻ എന്നുള്ള നിലയിൽ പാകിസ്ഥാൻ തെറ്റാണ് ഇന്ത്യയോട് കാണിക്കുന്ന. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് നമ്മൾ എന്ത് വില കൊടുത്ത് തടയണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഏത് പ്രശ്നങ്ങൾ വന്നാലും അത് മുൻകൂട്ടി കണ്ട് അതിനെ തടയുക. ഇന്ത്യൻ മക്കൾക്ക് ഒരു ദോഷവും ഒരു ജീവൻ പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് അതിനുവേണ്ടി ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് NCC ഞാൻ കേഡറ്റായിരുന്നു. അപ്പോൾ ഞാനിതിന് കുറച്ചൊക്കെ ഇതിൻ്റെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ഞാൻ വരുമ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ പാകിസ്ഥാൻകാർ ആരെയും തന്നെ ഈ നുഴഞ്ഞുകയറ്റത്തിനോ മറ്റൊന്നിനും ഇടവരുത്താൻ പാടില്ല. അവരെ തടയണം. ഇന്ത്യയെ രക്ഷിക്കുക. നമ്മളിപ്പോൾ കേട്ടതാണ് ജനങ്ങളുടെ പ്രതികരണം. അതേസമയം മുൻ കരസേനാ മേധാവി പറഞ്ഞൊരു കാര്യമുണ്ട്, പിക്ചർ അഭി ഭി ബാക്കി ഹെ. അതായത് ഇന്ത്യ ഈ പാകിസ്ഥാൻ നേരെ കയറി ഇന്നലെ ഒരു ആക്രമണം നടത്തി. അതായത് ഇന്ന് രാവിലെ പാകിസ്ഥാനിൽ കയറി ഒരു ആക്രമണം നടത്തി. അപ്പോൾ തന്നെ ഇന്നലെയോടുകൂടി തന്നെ വലിയൊരു ചർച്ച ദില്ലിയിലടക്കം നടന്നു. അതായത് അജിത് ഡോവൽ 2-3 പ്രാവശ്യം നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പട്ടാള തലവന്മാർ, അതായത് കര, നാവിക, വ്യോമ സേനാംഗങ്ങൾ തന്നെ വലിയ രീതിയിൽ നരേന്ദ്രമോദിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. എല്ലാ രീതിയിലും പാകിസ്ഥാന് നല്ലൊരു പണി കൊടുക്കുക, അതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതായത് ആദ്യമേ തന്നെ നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ട്, ബീഹാറിൽ വെച്ചിട്ട് പാകിസ്ഥാൻ പോലും വിചാരിക്കാത്ത രീതിയിൽ പാകിസ്ഥാന്റെ നെഞ്ചിൽ ആഴങ്ങളിൽ ഒരു മുറിവേൽക്കുന്ന തരത്തിലുള്ള ഒരു ആക്രമണമാകും ഇന്ത്യ നടക്കുക അല്ലെങ്കിൽ ഇന്ത്യ നൽകുക എന്ന നിലയിലാണ് മോദി ആദ്യമേ പറഞ്ഞത്. ആ ഒരു രീതി തന്നെയാണ് പാകിസ്ഥാന്റെ തീവ്രവാദത്തെ തീവ്രവാദ നഴ്സറി സ്കൂളുകൾ കയറി തന്നെ, അതായത് ജയ്ഷ മുഹമ്മദിന്റെ അടക്കമുള്ള നഴ്സറി സ്കൂളുകളിൽ കയറി തന്നെയാണ് ഇന്ത്യൻ ആർമിയും
കര, നാവിക, വ്യോമ എല്ലാവരും കൂടെ സംയുക്തമായിട്ട് ഒരു ആക്രമണം നടന്നത്. ഇന്ന് ഇപ്പോൾ വൈകുന്നേരം 4 മണിക്ക് ഒരു മോക്ക് ഡ്രിൽ നടക്കാൻ പോവുകയാണ്. അതിനുശേഷം തന്നെ രാജ്യം മൊത്തത്തിൽ അതീവ ജാഗ്രതയിലാണ്. ഏത് സമയവും പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം നടന്നാൽ തിരിച്ചടിക്കാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ സാഹചര്യങ്ങളും അതിർത്തിയിലടക്കം ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.